ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടീസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു 4 മണി പലഹാരമായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ കേടായി പോയി എന്ന് വിചാരിച്ച് കളയുന്നവരുണ്ടാവും. കറുത്ത പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ കറുത്ത പഴങ്ങളൊക്കെ കളയാതെ കുട്ടികൾക്കൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് പഴുപ്പ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നേന്ത്രപ്പഴം നമുക്ക് ഒരു ബൗളിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വിസ്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉടച്ചെടുക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അത് കാരണമാണ് ഞാൻ മിക്സിയിൽ അരയ്ക്കാതെ ഇത് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നല്ലപോലെ ഇതിൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണത്. പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം ചെറിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഈ കുഴച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഞാൻ പറയുന്ന അളവിലാണ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കൊരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ ഈ നനവ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് കുഴച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കയ്യുമ്മ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് എല്ലായിടത്തും ഒന്ന് രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലായിടത്തും എണ്ണയൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയിട്ട് നമുക്കിതൊന്ന് ദോശക്കല്ലിലോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനിലോ നമുക്കിതൊന്ന് ചുട്ടെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ദോശത്തവ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണോ ഓയിൽ വേണോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അത് ചേർക്കാതെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പം ഞാൻ ഒരു വാഴയിലയിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്താനൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു ഉരുള ഉണ്ടാവില്ല, ആ വലുപ്പത്തിൽ നമുക്ക് എടുത്തിട്ട് വാഴയിലയിൽ വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അധികം നൈസാവരുത്, അധികം കനത്തിലാവരുത്, ആ രീതിയിൽ നമുക്കൊന്ന് ചെറിയൊരു ഇതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ദോശത്തവയിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് അതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊന്നും വെന്ത് കിട്ടൂല. പിന്നെ നമുക്കതിൻ്റെ മുകളിൽ നെയ്യൊന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യ് പരട്ടി കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഞാൻ നെയ്യാണ് പരട്ടി കൊടുക്കാറ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.